Krishna is coming. എന്ത് ചോദിക്കാനാണോ എന്തോ ആള് മാറിപ്പോയി. അടുത്ത ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഹായ് ഹായ് ഹായ്. വെൽക്കം. താങ്ക്സ്. സോ വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് കൃഷ്ണ കാണുന്നത്. എൻ്റെ പേര് ഷാൻ. ഞാൻ കേട്ടിട്ടുണ്ട്. മേക്കപ്പ് മാൻ ഇസ് റെഡി, മേക്കപ്പ് സെറ്റ് ഇസ് റെഡി, മേക്കപ്പ് സീറ്റ് ഇസ് റെഡി. ലൈറ്റ് ആയിട്ട് മേക്കപ്പ് പോണേ. ലൈറ്റ് മതിയോ? എനിക്ക് അല്ല ഹാൻസം യങ് മാൻ അല്ല നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി. മേക്കപ്പ് ഞാൻ മൂടി പോയാലേ. വിജീഷ് റെഡി. 2 കോഫി തുടങ്ങിക്കോട്ടെ. Please. Tell me, who is Krishna? Krishna is a 24-year-old young man. Before 20 years. ഒരു 25 വയസ്സായ ഒരു 29 പോട്ടെ, ഒരു 5 വയസ്സും കൂടെ കൂട്ടിക്കൊള്ളു. ഒരു 29 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ജീവിക്കുന്ന ഒരാൾ. അത്യാവശ്യം നല്ല ഒരു അഭിനയം കാഴ്ചവെച്ചൊരു നടൻ, അത്യാവശ്യം സിനിമാ പാരമ്പര്യമുള്ളൊരു നടൻ. പിന്നെ അത്യാവശ്യം ഇപ്പോൾ സിനിമയില്ലെങ്കിൽ തന്നെയും കൈയിൻ്റെ ഒരു ബലം കൊണ്ടും കഴിവും കൊണ്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു നടൻ. കൈയുടെ ബലവും ആ കൈ ഒന്ന് കാണണം. അല്ല ഞാൻ അങ്ങനെ കൈയുടെ ബലം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ കയ്യൂക്ക് കൊണ്ട് ജീവിക്കുന്ന നടൻ എന്ന് മലയാള സിനിമയിൽ ചങ്കൂറ്റത്തോടെ പറഞ്ഞ ഒരു പക്ഷേ ആദ്യത്തെ നടൻ. അതെ, അങ്ങനെ ഞാൻ പറയാം. വാട്ട് ഈസ് യുവർ കയ്യൂക്ക്? അതായത് അത്യാവശ്യം ഇപ്പൊ ഒരു സിനിമയില്ല, ഡയറക്ടർ പറയുകയാണെങ്കിൽ കൃഷ്ണ എനിക്ക് കുറച്ച് നാളത്തേക്ക് സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ശരി ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആഹാരം പാചകം ചെയ്ത് ജീവിച്ചോളാം. റിയൽ ലൈഫിലെ ഷെഫാണ്, നടനാണ്. എനിക്കറിയാം ലളിതാ പത്മിനി രാഗിണി ഫാമിലിയിലെ ശോഭന ആ ഫാമിലിയിലെ ഒരു മെമ്പറാണെന്ന്. ബട്ട് എങ്ങനത്തെ മെമ്പറാണെന്ന് എനിക്കറിയില്ല. ലളിതാ പത്മിനി രാഗിണി ലളിതയുടെ മകളുടെ മകൻ. ഫാന്റാസ്റ്റിക്. That's a very small simple statement. എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ, അതായത് ഈ വെള്ളിയാഴ്ച വരാണ് ഈശ്വര, ഈ വെള്ളിയാഴ്ച എൻ്റെ സിനിമയില്ല, അടുത്ത വെള്ളിയാഴ്ച വരുന്നു ഈശ്വര, അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ഒരു സിനിമയുണ്ട്? അല്ല അങ്ങനെ ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ഒരു സീരീസ് കിട്ടി എനിക്ക്. അതായത് കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് നല്ലൊരു പടം എൻ്റെ ഇറങ്ങി, ഹോട്ടൽ കാലിഫോർണിയ. അതിൽ കണ്ടിരുന്നോ? പിന്നെ അതില് ആ ബോക്സിനകത്ത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ജോലി കിട്ടുകയാണെങ്കിൽ റിയൽ ലൈഫിൽ ചെയ്യോ? വുഡ് യു ആക്ച്വലി ക്യാരി എ ബോക്സ് ഓഫ് യുനോ പിന്നെ സെലിബ്രിറ്റി, അതായത് SERM സെലിബ്രിറ്റി അത് കൊണ്ടുപോയി ഇരിക്കില്ല. എന്നാലും ആ ബോക്സിൽ വല്ല അമൂല്യ രത്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്കറിയില്ല അത്. ദാറ്റ്സ് എ വെരി അനൂപേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ബോക്സ് എന്ന് മാത്രമേ പറയുള്ളൂ. യു ആർ ബ്രിങ്ങിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബോക്സ് എന്ന്. ശരി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ആ ബോക്സ് കൊണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് ബോക്സിലാകാനുള്ള. ബട്ട് മലയാള സിനിമയിൽ യൂഷ്വലി പെട്ടി നിറയെ പണമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ജോൺ ഹനായി പെട്ടി, അമ്മച്ചി ആ പെട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഒരു അമ്മച്ചിയും ഈ പെട്ടി എവിടെയെന്ന് ചോദിക്കില്ല. ആദ്യം പലരും വിചാരിച്ചത് കൃഷ്ണ ഒരു മലയാളിയല്ല, മറ്റേ ഒരു ആന്ധ്രക്കാരൻ, ഒരു തമിഴ്യൻ, ഒരു കന്നഡികൻ. സത്യത്തിൽ കൃഷ്ണ പച്ച മലയാളിയാണ്. പച്ച മലയാളി. പക്ഷെ ഈ പറഞ്ഞ ഭാഷകളൊക്കെ എനിക്ക് സംസാരിക്കാം. నమస్కారం എല്ലാവർക്കും അറിയാം. సరే, మీరు కొత్త వాళ్ళగా అనిపిరాదు. మీరు నన్ను నోడింది సూపర్, చాలా బాగుంది. ఇത്രേ മതിയല്ലോ. അപ്പൊ അറിയാല്ലേ എന്നോട് പറഞ്ഞത്? మీరు కొత్త వాళ్ళగా అనిపిరాదు. അല്ല, അതിനർത്ഥം നീ പുതിയ ആളാണെന്ന് നോക്കണ്ട. ഇവൻ ആള് ചാള ബാഗുന്തി ബുദ്ധിയാണ് നിനക്കുള്ള. അങ്ങനെ ചാള ബുദ്ധിയാണ് എനിക്കുള്ളത്. ഞാനത് ബിഗ് ഒന്ന് ശരിയായിക്കോട്ടെ. ചുമ്മാതാണേ, ഇതൊക്കെ ഒറിജിനൽ ഇങ്ങനെ അല്ല പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ഈസ് ഇറ്റ് ട്രൂ ആക്ടേഴ്സ് പാസ്റ്റ് 40 കീപ് ബിഗ്? അങ്ങനെയാണോ? ഇല്ല, ഇപ്പൊ ശരിക്കും ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്ന് പറയുമ്പോൾ 20 കഴിഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ കഷന്റെയാണ് ഇപ്പോഴത്തെ ഭാഗ്യലക്ഷണം. അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. കാപ്പി വന്നു കേട്ടോ. കാപ്പിയും വടയും കഴിച്ചിട്ട് കണ്ടാൽ മതിയോ? പ്ലീസ്. കോഫി, വട, ചോക്ക് ബിസ്ക്കറ്റ്സ്. ഇതിലേത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. 1 for you. താങ്ക് യു. ഓക്കെ, നാവ് ബിസി വട. ബിസി വട. ബിസി അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടിരിക്കുന്ന വടയാണ്. ഒട്ടും ബിസി അല്ല ഈ വട.
അത് കഴിഞ്ഞിട്ട് വേണം ഞാനൊരു ഇമ്പോർട്ടൻറ്റ് അസൈൻമെന്റ് തരണം എനിക്ക്. ഇനി അടുത്തെന്താണോ? ഞാൻ കേട്ടിട്ടുണ്ട് കൃഷ്ണയ്ക്ക് ചിത്രം വരയ്ക്കാൻ അറിയുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. എന്റെ മനസ്സിൽ വേറെ ഒരു കൃഷ്ണനും കാണുന്നില്ല. നീയാണ് യഥാർത്ഥ കൃഷ്ണൻ. അപ്പൊ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. വരച്ചു നോക്കൂ, എവിടം വരെ എത്തുന്ന അറിയണമല്ലോ. ഞാൻ എന്റെ മകനെ പേടിപ്പിക്കാൻ വേണ്ടി ഹ്യൂമൻ ബോഡിയുടെ ചിത്രം. ഈ ലോകത്ത് ഇങ്ങനൊരു കൃഷ്ണനുണ്ടെന്ന് ഇതാണ് ഞാൻ ആകപ്പാട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രം. ഇതിനപ്പുറം ബോട്ട് വേണോ പ്ലെയിൻ വേണോ എന്നൊക്കെ വരയ്ക്കാൻ പറ്റും. ബോട്ട് വേണമെങ്കിൽ ബോട്ട്, കപ്പൽ. കപ്പലൊക്കെ മറന്നുപോയി. അയ്യോ സോറി കേട്ടോ, ഇത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ആക്ടർ കൃഷ്ണ വരച്ച കൃഷ്ണനെ ഒന്ന് കാണും. അല്ല ഞാൻ മനസ്സിൽ മയിൽപീലി കൂടി വരയ്ക്കും. അയ്യോ അത് എനിക്ക് വയ്യ. അയ്യോ മയിൽപീലി ആന്റിന പോലെ ഇരിക്കുന്നു. സോറി കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇത് മയിൽപീലിയ, നല്ല ഭംഗിയായിരിക്കുന്നു. അല്ല നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ആളെയാണ് എപ്പോഴും വരയ്ക്കാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് എന്റെ രൂപത്തിനും എല്ലാം നോക്കുമ്പോ ഞാൻ വരച്ചാൽ ശരിയല്ല. അപ്പൊ അതാണ് നിങ്ങളെ തന്നെ ഞാൻ വരച്ച് മനസ്സിൽ കൃഷ്ണനാക്കി. സോ മച്ച്, വൺ ഓഫ് ദി ബെസ്റ്റ് പിക്ചേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഇത് ഫ്രെയിം ഇട്ട് സൂക്ഷിക്കും ഞാൻ എന്റെ വീട്ടില്. ഫുഡിലൂടെ ഒരു ആണിന്റെ നെഞ്ചിൽ കയറാന്ന് പറയും, ഒരു പെണ്ണിന്റെ നെഞ്ചിൽ കയറാൻ എന്താ വേണ്ട. നല്ല സിനിമ. ഈ സിനിമ കണ്ടാ മതിയോ കൃഷ്ണ? അയ്യോ, ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ കയറാൻ ഈ സിനിമ കണ്ടാ മതിയോ? അയ്യോ കഷ്ടോട്ടോ, ഞാൻ ഒന്ന് കണ്ടോട്ടെ സീരി പ്ലീസ്. നല്ല ലുക്കുള്ള സീരി കേട്ടോ. ഞാൻ തന്നെയാണോ? പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണ ഇങ്ങനെയായിരുന്നു. സത്യം കേട്ടോ, കൊള്ളാം അല്ലേ? നല്ല ഭയങ്കര ഭംഗിയായിരുന്നു. കൃഷ്ണ അല്ല, ഭാനുപ്രിയ. CD കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ വയറെന്ന് അറിയില്ല, ഒരു ആണിന്റെ വയറെന്ന് അറിയില്ല. പ്ലീസ്, എനിക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ സ്റ്റോറീസ്. ബിഹൈൻഡ് ദ സ്ക്രീൻസ് ഞാനും ഭാനുപ്രിയയും മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അത് ചെറിയ പിള്ളേരെ എനിക്ക് വഴിതെറ്റിക്കാൻ ആഗ്രഹമില്ല. താടി മീശൊക്കെ വളർത്തി മെച്ചൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നു. അതൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ അതിനപ്പുറം എനിക്കുണ്ട് താടി മീശ. പക്ഷെ ഇപ്പൊ ഷേവ് ചെയ്യുന്നതാണ്. എന്നാലും ചെറുപ്പക്കാർക്കുള്ളൊരു കഥയല്ല ഈ നിങ്ങൾ വഴിതെറ്റിപ്പോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഫിലിം ഐ ഹേർഡ് അത് തമിഴിലേക്ക് മാറ്റിയ സമയത്ത് ആക്ച്വലി പിന്നെ കൃഷ്ണയ്ക്ക് അത് പോസിറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ആയിരുന്നു ലൈഫിൽ? എനിക്ക് ഇതുവരെയായിട്ട് അത് പോസിറ്റീവ് ആയിട്ടില്ല നെഗറ്റീവ് ആയിട്ടില്ല. എൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു പടം മാത്രം. ഈ തമിഴിലൊക്കെ മാറ്റിയപ്പോൾ എന്തോ കയറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു അഡൽട്സ് ഓൺലി മൂവി ആയിട്ട് പ്രൊപ്പഗാൻഡ കൊടുത്തു, അങ്ങനെ പോസ്റ്റർ ആക്കി. സി ഭാനുപ്രിയ പോലെ വലിയൊരു നടിക്ക് കുഴപ്പമില്ല. ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് വിഷമം വരേണ്ട ആവശ്യമുണ്ട്. യു ആർ എ ഗ്രോൺ അപ്പ് ആക്ടർ. ഐ ആം എ ഗ്രോൺ അപ്പ് ആക്ടർ ആസ് വെൽ ആസ് എ പേഴ്സൺ. സോ ഗ്രോൺ അപ്പ് ആക്ടറിന്റെ ഗ്രോൺ അപ്പ് പേഴ്സന്റെ ഐ തിങ്ക് അയാളുടെ ചൈൽഡ്ഹുഡ് ഞാൻ തിരിച്ചുകൊണ്ടിരാൻ പോവാണ്. ക്യാൻ യു മേക്ക് എ റോക്കറ്റ് ഫോർ മീ? എന്റെ മോനെ, നീ ഇത് കാണുന്നുണ്ടോ? അച്ഛൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞാണ് എന്നെ ഒന്ന് പഠിപ്പിച്ച ആ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ്. ഇതായി നിന്റെ റോക്കറ്റ്. കൃഷ്ണയുടെ മൈക്ക് ചെക്ക് ചെയ്തു, ഇനി എന്റെ മൈക്ക് ചെക്ക് ചെക്ക്. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തു. ചെക്ക് 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 1 ചെക്ക് 2 ഓക്കേ ചെക്ക് 3. ക്യാമറ റെഡി, റോൾ ആക്ഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പേരുള്ള ഒരാൾ, പേര് കൃഷ്ണ. ഹായ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഞാൻ ഇപ്പോഴും ഷോക്കിൽ നിന്ന് അങ്ങ് മാറി. ഞാൻ പകുതി വരെ നല്ല മൂഡിലിരിക്കുന്ന അവസാനത്തെ നിമിഷം എന്നെ ഒന്ന് സൂപ്പറാക്കി കളഞ്ഞു. കൃഷ്ണയ്ക്ക് അങ്ങനെ ഒരു ഇറ ഉണ്ടായിരുന്നല്ലോ, ബിക്കോസ് വേർ പെൺകുട്ടികൾ, ഞാൻ കേട്ടിട്ടുണ്ട് കൃഷ്ണയോട് പെൺകുട്ടികൾക്ക് ഒരുപാട് ആരാധന ഉണ്ടായിരുന്ന. അല്ല, ഇറ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇപ്പൊ ഇല്ലാന്നോ? അല്ല, ഇപ്പോഴും ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ പെൺകുട്ടികൾ കണക്ഷൻ ലൈക്ക്? കുറച്ച് നല്ല നല്ല പടങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ, കുറച്ച് നല്ല ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ, നല്ല ചെറുപ്പക്കാരൻ്റെ ഒരു ഫീൽ കിട്ടുമ്പോൾ ഒരു ക്രേസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ. ഇപ്പൊ ആ ക്രേസ് മാറി ഇപ്പൊ ഒരു
ഒരു ഇഷ്ടമാണ് തോന്നുന്നത്. ക്രേസ് എങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ? ഒരു പരിധി വരെ എല്ലാം എനിക്കങ്ങ് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഫാമിലി ഷോ ആയതുകൊണ്ട് അങ്ങനെയില്ല, ഒത്തിരി ഫാമിലികളും കാണുന്നുണ്ട്, ഭാര്യമാരും അമ്മമാരും കുട്ടികളും കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് എനിക്കത് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്ലീസ്, ഇവൻ ചോദിക്കുന്ന എല്ലാത്തിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, സോറി. അമ്മമാരും കുട്ടികളും പെങ്ങന്മാരും എല്ലാം ഒന്ന് ചാനൽ മ്യൂട്ട് ചെയ്യൂ. പറയും എന്താണ് പണ്ടത്തെ പെൺകുട്ടികളുമായിട്ട് കൃഷ്ണയ്ക്ക് എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു? വളരെ സഹോദരി വന്നെന്ന് പറയരുത്, ഞാൻ വിശ്വസിക്കില്ല. വളരെ ചെറിയ ചെറിയ നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ, അതായത് നിങ്ങളും ഞാനും ഒക്കെ പങ്കുവെക്കുന്ന ഒരു പ്രായം, ഒരു നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒരു ഓരോ സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാനേ എന്താ ഈ പറയുന്നത്? കൃഷ്ണയ്ക്ക് വളരെ മിത്തോളജിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേരാണ് കൃഷ്ണ. റിയൽ ലൈഫില് കൃഷ്ണയും പണ്ടത്തെ കൃഷ്ണനും തമ്മിൽ ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സാമ്യതയുണ്ട്? ഒരു പരിധി വരെയൊക്കെ ഇതുണ്ട്. കാരണം റിയൽ ലൈഫിലുള്ള കൃഷ്ണൻ ഞാൻ കേട്ടുന്നിടത്തോളം ഒരു പഞ്ചാരക്കുട്ടനായിരുന്നു. അപ്പൊ ഞാൻ ഒരു പഞ്ചാരക്കുട്ടനായിരുന്നു എന്ന് ചോദിച്ചാൽ കോളേജ് ടൈമിലൊക്കെ ഒരു ചെറിയ അത്യാവശ്യം പഞ്ചാരയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പഞ്ചാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനോ BBM ആണ്, ടെക്സ്റ്റിംഗ് ആണ്. അന്ന് എങ്ങനെയായിരുന്നു പഞ്ചാര എന്ന് പറയുമ്പോൾ? എന്റെ ഭാര്യയും പിള്ളേരും കാണുന്നുണ്ടോ? കമോൺ, ഭാര്യയും പിള്ളേരും പേടിക്കാത്ത ഒരു ഭർത്താവ് ആവണം കൃഷ്ണ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കമോൺ പ്ലീസ്. അല്ല, ഒരു കോളേജിൽ വേണ്ട ചെറുപ്പക്കാരൻ എല്ലാം ചെയ്തതിന്റെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റാർഡം ഒരിക്കലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെറിയ വേഷം എന്തുകൊണ്ടാണ് അന്നത്തെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ക്രൂ ഫിലിം പ്രോജക്ട് സബ്ജക്ട്സ് ഒക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങിയത്? അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് അവസരം കുറവുള്ളൊരു കാലമായിരുന്നു. ഞാൻ കയറിയ കാലം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ, ഞാൻ, നിഷാന്ത് സാഗർ, ശരത്, അങ്ങനെ കയറിയ ഒരു കാലമാണ്. അതിലാകെ ടോപ്പിൽ നിൽക്കുന്ന ചാക്കോച്ചൻ മാത്രമേ ഉള്ളൂ. ഞാനും ഒക്കെ ഇപ്പം സ്ട്രഗ്ലിംഗ് ഫേസിൽ നിൽക്കുക. എന്നാലും അതിനൊരു രസമുണ്ട്, കാരണം എല്ലാവരും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിപ്പോഴും ദൈവം സഹായിച്ച നല്ലൊരു എല്ലാം തന്നെ അല്ല ഒരു 50% ന്യൂ ജനറേഷൻ പടത്തിലെങ്കിലും നമുക്ക് നല്ലൊരു ചാൻസസ് പോസിബിലിറ്റീസ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പോൾ നമുക്കിപ്പോഴും ഒരു ന്യൂ ജനറേഷനിലൊരു ഒരു വേഷം നമുക്കതിലുണ്ട്, ഒരു സ്റ്റൈലിഷ് വേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊരു ഹോട്ടൽ കാലിഫോർണിയ പോലുള്ള പടങ്ങളിൽ. അത്തരം സിനിമകളിൽ വേഷങ്ങൾ കിട്ടുന്നതാണ് കൃഷ്ണയെ സംതൃപ്തനാക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും, കാരണം എനിക്ക് ഒരിക്കലും ഒരു നായകൻ വേഷം വേണമെന്നും എനിക്ക് വരാനും പോകുന്നില്ല നായക വേഷം. ബീങ് വെരി ഫ്രാങ്ക്. കാരണം എനിക്കറിയാം, ഞാനിപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു നായക വേഷം പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നിന്റെ മനസ്സെനിക്കറിയാം ആര് തരാൻ പോകുന്നു. അപ്പൊ നീ പറയുന്ന മുമ്പ് ഞാൻ എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കൃഷ്ണ ഇത് പറഞ്ഞതുകൊണ്ട് കൃഷ്ണയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു കംബാക്ക് ഉണ്ടായിട്ടുണ്ട്. എവറി ആക്ടർ ഒരു കംബാക്കിന്റെ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് കംബാക്ക് ഇൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. അപ്പൊ കൃഷ്ണയ്ക്ക് അങ്ങനെ ഒരു കംബാക്ക് ഇൻ സ്റ്റൈൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഐ ഹാവ് കം ബാക്ക്. ശരിക്കും പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ട്രാഫിക് എന്ന ചിത്രത്തിൽ എനിക്കൊരു കംബാക്ക് വന്നു. അതായത് ഒത്തിരി ഒരു 4-5 ഇയേഴ്സ് മാറിയിരിക്കുന്ന സമയത്താണ് സഞ്ജയ് ബോബി എനിക്ക് അങ്ങനത്തെ ഒരു വേഷം തന്നത്. ട്രാഫിക്കിലെ ഒരു നല്ലൊരു ക്യാരക്ടർ, അതായത് അടി കൊള്ളാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. അതും എനിക്ക് തന്ന ക്യാരക്ടർ എനിക്ക് തന്നെ അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവ് ഇമേജ് എന്ന് മാറി അവിടെ നിന്നാണ് എനിക്കൊരു ചെറിയൊരു കംബാക്ക് വന്നത്.